ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ബൈബിൾ എടുക്കാം. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം അതിൻ്റെ 55 അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. യെശയ്യാവ് 55 8 9 വായിച്ച് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവർക്കറിയാം, ഇത് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. പലപ്പോഴും ഇതിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യം ഈ വാക്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന കർത്താവ്? നിങ്ങളുടെ വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളുടെ വഴികൾ, നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ നിങ്ങൾ സാധ്യമാണെന്ന് ചിന്തിക്കുന്ന വഴികൾ അല്ല എൻ്റെ വഴികൾ. പിന്നെ അതിനെ ഒന്ന് വിശദീകരിക്കുവാൻ വേണ്ടി ഒരു ചിത്രം അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഒരു താരതമ്യം അവിടെ കാണിച്ചിരിക്കുകയാണ്. എന്താണ്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളിലും നിന്ന് ഉയർന്നിരിക്കുന്നത്. എത്ര ദൂരമുണ്ട് ആകാശവും ഭൂമിയും തമ്മിൽ? നിങ്ങൾക്കറിയാവോ? അത് ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? അതറിയാമോ? ഈ പ്രപഞ്ചം ശാസ്ത്രജ്ഞർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആകാശം എത്ര ദൂരം വേണേലും പൊക്കോണ്ടിരിക്കാം. അതിൻ്റെ അളവ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കും ആകാശം എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷമാണെന്ന്. അന്തരീക്ഷമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണപ്പെടുന്ന സ്വർഗം എന്നുള്ളതാണ്. ആസ് ദ ഹെവൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. ആ ഹെവൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്വർഗമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ദൈവം ഇരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചല്ല, കാണപ്പെടുന്ന ഈ പ്രപഞ്ചം. അപ്പോൾ ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അളന്നു നോക്കുവാൻ കഴിയാത്തത്ര വിദൂരത്തിലാണ് ആകാശം ഭൂമിയിൽ നിന്ന്. അത്രയും ഉയർന്നതാണ് എൻ്റെ ചിന്തയും എൻ്റെ വഴികളും നിങ്ങളിൽ നിന്ന്. ഇതെന്തിനവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? കാരണം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാവോ? ദൈവത്തെ നമ്മുടെ സ്വരൂപത്തിൽ സൃഷ്ടിക്കും, അല്ലേ? ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മാനസാന്തരം. എന്തിൽ നിന്നുള്ള മാനസാന്തരം? വിഗ്രഹാരാധനയിൽ നിന്നുള്ള മാനസാന്തരം. എന്താ വിഗ്രഹാരാധന? ദൈവത്തെ മനുഷ്യന്റെ സ്വരൂപത്തിൽ പ്രതിമയും പടമൊക്കെ ഉണ്ടാക്കി വെക്കും. ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാളും ഒരല്പം ഒരു 4-5 അടി പൊക്കമുള്ള ഒരാൾ, അത്രയേ ഉള്ളൂ. മനുഷ്യന് ഇത്ര ശക്തിയുണ്ട്, ഒരല്പം കൂടെ കൂടുതൽ ശക്തിയുള്ള ഒരു അമാനുഷിക ശക്തി, അത്രയേ ഉള്ളൂ. അല്ല, ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അളക്കുവാൻ കഴിയാത്തത്ര വ്യത്യസ്തനായ ഒരുവനാണ് ദൈവം. അല്ലാതെ ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ ഒരല്പം കൂടിയ ഒരാളെന്നുള്ളതല്ല. മനസ്സിലായോ? ദൈവം അത്രയ്ക്ക് ആഴമേറിയ ഒരുവനാണ്. പക്ഷെ ഇത് പലപ്പോഴും ഈ പ്രസംഗകര് ഇതിങ്ങനെ പ്രസംഗിച്ചുവിടും. സാധാരണ ഈ സ്റ്റേജിലൊക്കെ ഇത് പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്ന് ഇതൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ ദിവാസ്വപ്നം കാണലാണ്. എങ്കിൽ പിന്നെ ദൈവം ഭയങ്കരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഈ കോണ്ടെക്സ്റ്റിൽ, ഈ പശ്ചാത്തലം ഇന്നേ വരെ വായിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിശ്വാസിയായിട്ട് 10-20 കൊല്ലമായി, ഇതുവരെ കേട്ടിട്ടില്ല. എന്തുവാണ് ഇവിടുത്തെ വിഷയം? അതാണ് ഏറ്റവും ആശ്ചര്യപൂർണമായത്. അതുകൊണ്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മളെപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ, ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ കാണാൻ പഠിക്കേണ്ട വാക്യം 10-ാമത്തെ വാക്യമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് 6-ാമത്തെ വാക്യം മുതൽ വായിച്ച്? ആ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും വാക്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലം, അല്ലാതെ ഈ കള്ളപ്രസംഗകരെ പോലെ അടർത്തിയെടുക്കരുത്. ഇന്ന് പല കള്ളപ്രസംഗകർ എന്താ ചെയ്യുന്നത്? വചനത്തിൻ്റെ അറ്റവും മൂലയെടുത്ത് അത് അവിടെ നിന്ന് അടിച്ചു മാറ്റി, അടർത്തി മാറ്റി, അവന് തോന്നിയ അർത്ഥം അങ്ങ് പറയും. ആ തോന്നിയ അർത്ഥം പറയാൻ ഇത് വല്ലവൻ്റെയും വചനമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിൻ്റെ പശ്ചാത്തലം, ഇത് എവിടായി പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ അവൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട്, അതായത് യഹോവ അവനോട്, ആ തിരിയുന്നവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും.
എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇപ്പൊ അർത്ഥം മാറിയോ? വെറുതെ ചുമ്മാ ദൈവം മനുഷ്യനേക്കാൾ ഉയർന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്? ദുഷ്ടൻ തൻ്റെ ദോഷം വിട്ടും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളിൽ നിന്നും തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരിക, യഹോവയിലേക്ക് തിരിയുക. അതാണ് അവിടുത്തെ പശ്ചാത്തലം. എന്തുവാ യഹോവയിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ബുധനാഴ്ച പഠിക്കുന്ന വിഷയം തന്നെ എന്തുവാ? മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പൊ എന്താ കാര്യം? തിരിയുമ്പോ എന്തോ കിട്ടും? നമ്മൾ സാധാരണ എന്തോ ചിന്തിക്കുന്നത്? ദുഷ്ടനായ ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ പോയാൽ എന്തോ കിട്ടും? പ്രസാദം കിട്ടുമോ? ശിക്ഷ കിട്ടും. നീതി കെട്ടവൻ ദൈവസന്നിധിയിൽ പോയാൽ എന്തോ കിട്ടും? ദണ്ഡനം കിട്ടും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, അവൻ അവനോട് കരുണ കാണിക്കും, അവൻ ധാരാളം ക്ഷമിക്കും. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല. നമ്മൾ ചിന്തിക്കുന്നത് പാപി ദൈവസന്നിധി പോയാൽ അടി കിട്ടും. അല്ല, ഞാൻ ധാരാളം ക്ഷമിക്കും. കാരണം എന്താ? എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ. കണ്ടോ, ദൈവത്തിൻ്റെ കൃപ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ദൈവം വലിയവനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ദിവാസ്വപ്നം കണ്ടേച്ചാൽ അത് വിശ്വാസമാണെന്ന് പറഞ്ഞ് ചാടി കിടക്കുന്ന ഈ കൺവെൻഷൻ പ്രസംഗന്മാരുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വഴികൾ നമ്മുടെക്കാളും വ്യത്യസ്തമാണെന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ദൈവത്തിന്റെ കൃപ അത്രയ്ക്ക് അവിശ്വസനീയമാണ്, അത്രയ്ക്ക് ആശ്ചര്യപൂർണമാണ് ദൈവത്തിന്റെ കൃപ. അയ്യോ, നീതികെട്ടവനെ ധാരാളം ക്ഷമിക്കുമോ കർത്താവ്? ഈ വിശുദ്ധനായ കർത്താവ് നീതി കെട്ടവനെ ധാരാളം ക്ഷമിക്കുമോ? ക്ഷമിക്കും. അതെന്താ? അവന്റെ വഴികൾ മനുഷ്യന്റെ വഴികളല്ല. അവൻ ആശ്ചര്യപൂർണമായ അത്ഭുതകരമായ കൃപാലുവായ ദൈവമാണ്. ദൈവത്തിന്റെ കൃപ അത്ഭുതമായ കൃപയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃപയെക്കുറിച്ച് പാട്ടൊക്കെ പാടുന്നത്. ഇതുപോലെ കൃപാലുവായ ഒരു ദൈവം വേറെ ഇല്ല. ഇത്രയ്ക്ക് വിശുദ്ധനായ കർത്താവ് ഈ നീതി കെട്ടവനെ, ദുഷ്ടനെ അവൻ ധാരാളമായിട്ട് കരുണ കാണിച്ച് ക്ഷമിക്കുന്നു. അല്ലെ, ഇങ്ങനൊരു ദൈവം വേറെയില്ല. ഇത്രത്തോളം നമ്മളെ ഈ ആശ്ചര്യപ്പെടുത്തുന്ന ദയ കാണിക്കുന്ന ഒരു ദൈവം. ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വഴികൾ നമ്മുടെ വഴികൾ പോലല്ല. അതുകൊണ്ട് അവന്റെ കൃപ എത്ര വലുതാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിചാരം, ഇനി കർത്താവാൻ എന്നും ക്ഷമിക്കാനൊന്നും പോകുന്നില്ല, ഇത്രയൊക്കെ പാപം ചെയ്തിട്ട് ഇനി എങ്ങനാ? ഇല്ല, ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിനാണ്. തിരിയുക, മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെ പ്രചോദിപ്പിക്കുകയാണ്, നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ കടന്നു വന്നാൽ എന്തോ കിട്ടും? ധാരാളം ക്ഷമ ലഭിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെടാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ഭയപ്പെട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. വിശ്വാസികളോടെ ഞാൻ ഈ പ്രസംഗിക്കുന്നത്, അല്ലാതെ രക്ഷിക്കപ്പെടാത്തവരോടല്ല. വിശ്വാസികൾ പലരും ഈ പാപമൊക്കെ ചെയ്തിട്ട് ദൂരത്താണ് ജീവിക്കുന്നത്. പാട്ടൊക്കെ പാടും, ദൈവമായിട്ട് അടുപ്പമില്ല. അത്രയ്ക്കൊന്നും അടുത്തു പോകാൻ പറ്റത്തില്ല. ദൈവം മറ്റേ പാപമൊക്കെ എടുത്ത് കുലിക്കാലോ? അല്ല, അവൻ ധാരാളം ക്ഷമിക്കുന്നവനാണ്. അവൻ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. അവൻ്റെ ദയ കൊണ്ട്, അവൻ്റെ മനസ്സലിവ് കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട് നമ്മളെ ആശ്ചര്യപ്പെടുത്തും. നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ബുധനാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിൽ നിന്ന് മാനസാന്തരപ്പെടണം എന്നാണ്, അല്ലേ? ആദ്യമായിട്ട് നമ്മൾ വിഗ്രഹങ്ങൾ പഠിച്ചു. പിന്നെ ഇനി അങ്ങോട്ടുള്ള ആഴ്ചകൾ ഓരോരോ വിഷയങ്ങൾ പഠിക്കും, എന്തിൽ നിന്നൊക്കെ മാനസാന്തരപ്പെടണമെന്ന്. പക്ഷെ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് തിരിയുക. പക്ഷെ എന്തിലോട്ട് മാനസാന്തരപ്പെടണം? ദൈവത്തിലോട്ട് നമ്മൾ തിരിയണം. അങ്ങനെ തിരിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കരുണ ലഭിക്കും, ധാരാളം ക്ഷമ ലഭിക്കും. വചനം വായിച്ച് സഹായിക്കുന്ന സഹോദരന്മാർ സഹായിക്കണം. ലൂക്കോസ് 15:11 മുതൽ 24 വരെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. നഷ്ടപ്പെട്ടു പോയ പുത്രൻ, അല്ലെ, മുടിയനായ പുത്രന്റെ ഉപമ. അതൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസ് 15:11 മുതൽ 24. ഒരു മനുഷ്യന് 2 പുത്രന്മാർ
ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടത് പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറും, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അവിടെ നിർത്തിയാട്ടെ. അപ്പൊ ഇവിടെ ഒരു പുത്രൻ സ്വത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദൂരസ്ഥലത്ത് അടിച്ചു വിളിക്കാൻ പോയി. എന്നിട്ട് എല്ലാം ദൂർത്തടിച്ച് തീർന്നപ്പം വഴിയാധാരമായി അല്ലെ. എന്നിട്ട് എന്താ അവസാനം ചെയ്തുകൊണ്ടിരുന്നത്? പന്നികളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ചിന്തിക്കണം, യഹൂദാ ബാലനാണിത്. യഹൂദാ ബാലന് പന്നി എന്ന് പറഞ്ഞാൽ അതുപോലൊരു താഴ്ന്ന ഒരു പ്രവൃത്തി വേറെ ഇല്ല അല്ലെ. അതാണ് ആ യഹൂദാ ബാലൻ പന്നികളെ മേക്കത്തക്ക രീതിയിൽ തരം താഴ്ന്നു. അങ്ങനെ തരം താഴ്ന്നിരുന്നപ്പോ ചിന്തിച്ചു, എന്നാ വീട്ടിൽ പോയി അവിടുത്തെ വേലക്കാരനാകാലോ അല്ലെ. അതാണ് ഇവിടെ അവൻ മനസ്സിൽ ചിന്തിച്ചതാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തി. എന്താണ്? പോയി അപ്പനോട് ക്ഷമയൊക്കെ പറഞ്ഞ് വീട്ടിലൊരു വേലക്കാരനാലോ, തിരിച്ച് അപ്പനും പുത്രനൊന്നും ആക്കാൻ പോകുന്നില്ല. ആ ബാക്കി വായിച്ചോട്ടെ. അങ്ങനെ അവൻ തീരുമാനിച്ചു പോയപ്പോൾ അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്നു തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. നിങ്ങൾ കണ്ടോ? ഉള്ള സ്വത്തെല്ലാം കൊണ്ടുപോയി വല്ല നാട്ടിലും കൊണ്ടുപോയി വേണ്ടാത്ത പാപമൊക്കെ ചെയ്ത് ദൂർത്തടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് തിരിച്ചു വരുന്ന മകനെ ഇങ്ങനെയാണോ ഏതെങ്കിലും അപ്പന്മാര്? ഒന്നാമത് വലിഞ്ഞു കയറി വരുമ്പോൾ നല്ല അടി കൊടുക്കും അല്ലേ. അല്ല ദൂരത്തുനിന്ന് കാണുമ്പോൾ ഓടിപ്പോയി ഉമ്മ വെക്കാൻ ഇവരെന്തോ വല്ല പരീക്ഷയ്ക്ക് മാർക്കും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അല്ല, സ്വത്തെല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചേ. സ്വത്തെല്ലാം കൊടുക്കേണ്ട ഭാഗമെല്ലാം ഒരുത്തം കൊണ്ട് മുഴുവനും ഒരു രൂപ പോലും ഇല്ല. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങനാണോ മോനെ ബാ എന്നും പറഞ്ഞ് ഉമ്മയും കൊടുത്ത്? ഇല്ല അല്ലേ. നമ്മളാരും അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇതാരെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്? ദൈവത്തെക്കുറിച്ചായി പറയുന്നത് അല്ലേ. ഇപ്പൊ ദൈവം ഇങ്ങനാന്നാ പറഞ്ഞു വരുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ദൈവം ഇങ്ങനാണോ? ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് കുളവാക്കി. ഇപ്പൊ ഒന്നുമില്ല, വട്ടപൂജ്യം. തിരിച്ച് ദൈവസന്നിധിയിൽ തലയൊക്കെ കുനിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരുക. നമ്മളെന്തോ പ്രതീക്ഷിക്കുന്നത്? നല്ല അടി കിട്ടാൻ പോവുക. അപ്പൊ എന്താ ദൈവം? നമ്മൾ ഒരു അടി വെച്ചപ്പോഴത്തേക്ക് ദൈവം 10 അടി വെച്ച് അടുത്തോട്ട് ഓടി വരുന്നെന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ദൈവം ഇതാണോ? ഞാൻ മുട്ടുകുത്തിയപ്പോഴേ ദൈവം വന്ന് എന്നെ ഉമ്മ വെക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിലെ ദൈവം ഇതാണോ? പാപമൊക്കെ ചെയ്ത് അടി വാങ്ങിക്കാനായിട്ട് മാനസാന്തരപ്പെടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പം ദൈവം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നെന്ന്. നമ്മുടെ ഒന്നും മനസ്സിലെ ദൈവം ഇതല്ല. എത്ര വർഷം വിശ്വാസിയാന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിലെ സ്വയസിദ്ധമായ ദൈവസങ്കല്പം ഇതേ അല്ല. അതുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്താൻ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. 24 വരെ വായിക്കാം. അപ്പൊ പഴയ പഠിച്ചു വെച്ച അവൻ ഒരു ഡയലോഗൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അച്ഛനോട് എന്ത് പറയണമെന്നുള്ളത്. അത് പറഞ്ഞു. മാനസാന്തരപ്പെട്ടു. സ്വർഗത്തോടും ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തു, എന്നെ അങ്ങ് തണ്ണിപ്പിച്ചാട്ടെ കർത്താവ്. ചിലരൊക്കെ മാനസാന്തരപ്പെടുന്ന കണ്ടില്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ദൈവം എന്ത് ചെയ്യണം, എന്നെ അങ്ങ് അടിച്ച് അങ്ങ് ഒതുക്കിയേരെ കർത്താവ്. പണിഷ്മെന്റും കൂടെ കർത്താവിന് സജസ്റ്റ് ചെയ്യും നമ്മൾ അല്ലേ. ചിലർ പ്രാർത്ഥിക്കുന്ന മാനസാന്തരപ്പെടുമ്പോൾ അങ്ങോട്ട് തന്നെ കർത്താവ് ഇതിന് പറ്റിയ പണിഷ്മെന്റ് ഇതാണ്, ദണ്ഡനം ഇതാണ്, ഇതും കൂടെ അങ്ങ് തന്നേരെ, ഇനി ഞാൻ ജീവിക്കാനൊന്നും യോഗ്യനല്ല അല്ലെ. ചിലർ അങ്ങനെ അതിദുഃഖത്തോടെ അങ്ങനെ പ്രസംഗിക്കും. അതുപോലെ ഇവനും പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ യോഗ്യനൊന്നുമല്ല മോനാകാൻ. പക്ഷെ അപ്പൻ അതൊന്നും കേട്ട ഭാവമില്ല അല്ലേ. കേട്ട ഭാവമുണ്ട്, അതിനോട് ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പൻ ദാസന്മാരോട് ഇവന്റെ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന്, ഇവൻ ഈ പന്നികളുടെ ഇടയിൽ കിടന്ന നാറുന്ന വസ്ത്രത്തിലായി വന്നിരിക്കുന്നത്. അതൊക്കെ മാറ്റിക്കേ, കയ്യിൽ മോതിരം ഇട്ടെ,
ഏതവനായി കയ്യിൽ മോതിരം ഇട്ട് കൊടുത്ത എല്ലാ സ്വത്തും കൊണ്ട് കളഞ്ഞു കുളിച്ചവൻ ഇനി കയ്യിൽ സ്വർണ്ണ മോതിരവും കൂടെ. അതിനി എപ്പോൾ പോവും? അതിനി എപ്പോൾ കൊണ്ട് വിൽക്കുവൻ? നമ്മളാണെ കൊടുക്കുവോ? എല്ലാ സ്വത്തും മുടിച്ചവന് ഒരു സ്വർണ്ണ മോതിരം ഇരിക്കട്ടെ, അല്ലേ? കൊടുക്കുവോ? കൊടുക്കും, കർത്താവ് കൊടുക്കും. ആ സ്വർണ്ണ മോതിരം കൊടുത്തു. പിന്നെ കാളക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിക്കേ. ഈ പറയുന്ന മോൻ എന്തോ IIT എങ്ങാണ്ട് പാസ്സായിട്ട് വന്നിരിക്കുകയെന്ന് തോന്നുന്നു, അല്ലേ? ഈ ആരായി വന്ന ധൂർത്തുപുത്രൻ, അല്ലെ? നമ്മൾ അങ്ങനെ പറയാം, മുടിയനായ ധൂർത്തുപുത്രൻ കടന്നു വന്നിരിക്കുകയാണ്. അവന് നിങ്ങളൊക്കെയാണ് ചെയ്യോ? നിങ്ങളുടെ മോൻ കള്ളൊക്കെ കുടിച്ച് വീട്ടിലോട്ട് വന്ന മോനെ ബാ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയൂ? അടി കൊടുക്കും നമ്മളൊക്കെ. ആ വായിച്ചാട്ടെ, കാളയെ കൊന്നാട്ടെ. ആനന്ദിക്കുന്ന പാർട്ടി വേണം വീട്ടില്. കേട്ടോ, പാർട്ടി നടത്താൻ പോവാ ഈ അപ്പൻ എന്തോ തലയ്ക്ക് കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ നമുക്ക്. ആ വായിച്ചാട്ടെ. ആ വായിച്ചാട്ടെ. ആ ആ എനിക്ക് ഭയങ്കര ആനന്ദം, എൻ്റെ കാണാതെ പോയ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നു. എൻ്റെ ആനന്ദമാണ് സന്തോഷിക്കപ്പെടേണ്ടത്. അല്ല അവന് തിരിച്ച് വീട് കിട്ടി, അപ്പനെ കിട്ടി എന്നുള്ളതല്ല. എൻ്റെ സന്തോഷം ഇന്ന് നമ്മൾ ആനന്ദിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പറയും ഈ അപ്പൻ എന്തോ തലയ്ക്ക് കുഴപ്പമില്ലേ? അപ്പോഴാണ് 55-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ഇങ്ങനാണ് കർത്താവ്. ഇതിന്റെ പശ്ചാത്തലം കൊണ്ട് നോക്കണേ. 1-2 വാക്യങ്ങൾ, ലൂക്കോസ് 15-ൽ 1-2. ഇത് എപ്പോഴായി ഉപമ പറഞ്ഞ്? 1-2 വാക്യങ്ങൾ വായിച്ചേ. ചുങ്കക്കാരും പാപികളും എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും തരം താഴ്ന്ന ആൾക്കാരാണ് ചുങ്കക്കാർ. എന്താ ചുങ്കക്കാര്? ചുങ്കത്ത് ജുവലേഴ്സ് കേട്ടിട്ടുണ്ട്. ഈ ചുങ്കക്കാരാരാണ്? ചുങ്കം എന്ന് പറഞ്ഞാൽ കരം പിരിക്കുന്നവർ. എന്താ കരം പിരിക്കുന്നവർ ഇത്ര കുറഞ്ഞവര്? അന്നത്തെ കാലത്ത് ഭരിക്കുന്നത് ആരാണ്? റോമാ സാമ്രാജ്യമാണ്, അല്ലെ? യഹൂദന്മാരെ കയറി ഭരിക്കുന്നത് റോമാ സാമ്രാജ്യക്കാരാണ്. അവർക്ക് വേണ്ടി വീട് തോറും കയറി കരം പിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ നാട് ആരാ ഭരിച്ചോണ്ടിരുന്നത്? ബ്രിട്ടീഷുകാരായിരുന്നു, വെള്ളക്കാരായിരുന്നു. വെള്ളക്കാരന്റെ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ നമ്മൾ എന്തോ പറയും? രാജ്യദ്രോഹി എന്ന് പറയും, അല്ലേ? നീ വെള്ളക്കാരന്റെ സൈന്യത്തിൽ പോയിട്ട് ഇന്ത്യക്കാരെ ശിക്ഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നവനാ, നീ ശത്രുവിന്റെ സൈന്യത്തിലെ അംഗമാ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്തെ റോമാ സാമ്രാജ്യത്തെ സേവിക്കുന്ന ഒരു ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ നീ രാജ്യദ്രോഹിയാണ്, അല്ലേ? അതുകൊണ്ടാണ് അവരെ, പിന്നെ ഈ പൈസ അടിച്ചുകൊണ്ട് പോകുന്നവന്മാരും കൂടെ ആയതുകൊണ്ട് അവരെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. വീട്ടിൽ വന്ന് ഈ ചുങ്കം എടുത്തുകൊണ്ട് പോകും. ആ ചുങ്കക്കാരും പിന്നെ പറഞ്ഞിരിക്കുന്ന പാപികൾ, അത് പൊതിഞ്ഞു പറഞ്ഞിരിക്കുക. സാധാരണ നമ്മൾ എന്താ വായിക്കുന്നത്? ചുങ്കക്കാരും വേശ്യകളും. ആ ലൈംഗിക ഭാവത്തിലൊക്കെ, അതായത് സമൂഹത്തിൽ ഒരു പേരും ഇല്ലാത്തവര്. ഇവരൊക്കെ എന്തോ ചുങ്കക്കാരും പാപികളും. ഇവരൊക്കെയാ സഭയ്ക്കകത്ത്. യേശുക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് ഈ വലിയ കൂടിയവരൊന്നുമില്ല. സഭയുടെ മുമ്പിൽ വന്നിരിക്കുന്ന യേശുക്രിസ്തു അതാ യോഗം തുടങ്ങാൻ പോകുന്നു. ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുക ആരാ? ചുങ്കക്കാരും വേശ്യകളും ഒക്കെ. നല്ല കൂട്ടം അല്ലേ? നമുക്കാണ് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ ആ പ്രദേശത്തെ ഏറ്റവും പോക്ക് കേസുകളൊക്കെ വന്ന് നമ്മുടെ മീറ്റിങ്ങിനും ബുധനാഴ്ച മീറ്റിങ്ങിനും നമ്മളെന്തോ പറയും? ഇവരുടെ കൂടാണ് നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ ഇനി നാണക്കേടായി, അല്ലേ? ആ യേശുക്രിസ്തുവിന്റെ സഭയിൽ അങ്ങനത്തെവരൊക്കെ ആയിരുന്നു വന്നോണ്ടിരുന്നത്, ചുങ്കക്കാരും പാപികളും. അപ്പൊ എന്തോ പറ്റി? ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു. അന്നത്തെ കൊമ്പത്തെ മത നേതാക്കന്മാർ, ദൈവത്തിന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറയാ, നീ പാപികളെയൊക്കെ കൈക്കൊള്ളുന്നു. അപ്പോഴാണ് ഈ ഉപമ പറഞ്ഞത്, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനാണ് എന്തോ പറയും? നീതി കെട്ടവൻ ദൈവസന്നിധി വരണ്ട, അല്ലെ? എല്ലാം തികഞ്ഞവരിങ്ങ് വന്നാ മതി. അപ്പോഴാ കർത്താവ് പറയുന്നു, നീതി കെട്ടവനിങ്ങ് പോരട്ടെ, ഞാൻ ധാരാളം ക്ഷമിക്കും. ഞാൻ പാപികളെ നേടുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ചുങ്കക്കാരും വേശ്യകളും ഈ പോലെ പേരൊന്നും ഇല്ലാത്തവരൊക്കെ വേണം. അവരെ നേടുവാനാണ് ഞാൻ വന്നത്. എന്നിട്ടാണ് ഞാൻ വെളിപ്പെടുത്താൻ വന്ന പിതാവ് എങ്ങനെയാണെന്നറിയാവോ? പാപി ഒരു അടി വെച്ച് ദൂരെ വീടിന്റെ വാതിക്കൽ എത്തുന്നതിന് ഒരു ഫർലോങ് ദൂരം നിൽക്കുമ്പോഴേ ഞാൻ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നവനാണ് ശരിക്കുള്ള ദൈവം. പരീശന്മാരുടെ ദൈവം, ഈ മതത്തിന്റെ ദൈവം എങ്ങനെയാണെന്നറിയോ? എല്ലാം കൊമ്പത്തെ ആളുകളൊക്കെ ഇങ്ങ് വന്നാൽ മതി. എല്ലാം ഭയങ്കര വിശുദ്ധനാണെന്ന് പുറമേ കാണിക്കുന്ന ഉള്ളിൽ പൊള്ളയായിട്ടുള്ള കപടഭക്തിക്കാർ മതി മതത്തിന്. യേശു മതം സ്ഥാപിക്കാൻ വന്നതല്ല, അല്ലെ? ക്രിസ്തു മതമല്ല, ഇത് ക്രിസ്തു മാർഗമാണ്. അപ്പോൾ യേശുവിന്റെ വഴി എങ്ങനെയാണ്? പിതാവിന്റെ വഴി എങ്ങനെയാണ്? പാപികൾ ഒരടി വെച്ച് ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോഴേ
നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങൾ വിട്ട് തിരിയട്ടെ, ധാരാളം ഞാൻ ക്ഷമിക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് കൃപയുടെ ദൈവം. നമ്മുടെ ദൈവം ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ 7-ാമത്തെയും 10-ാമത്തെയും വാക്യം, ലൂക്കോസ് 15 7ഉം 10ഉം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ പാർട്ടി നടക്കാറുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അപ്പം പറഞ്ഞില്ലേ, യവൻ എൻ്റെ കാണാതെ പോയ മകനാണ്, തിരിച്ചു വന്ന സ്ഥിതിക്ക് കാളയെ മുറിക്കുക, ഇന്ന് പാർട്ടിയാണ് ഇവിടെ, ഇത് എൻ്റെ ആനന്ദം ആഘോഷിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ പാർട്ടിയാ. നിങ്ങൾക്കൊക്കെ അറിയാവോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വന്ന ദിവസം സ്വർഗം സന്തോഷിച്ചു, സ്വർഗത്തിൽ പാർട്ടിയായിരുന്നു. കർത്താവ് പറഞ്ഞു, ആ മോന്താ തിരിച്ചു വന്നു. നിങ്ങൾക്കത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചുമ്മാ കഥയും ചുമ്മാ എന്താ പറയുക, ഭാവനയല്ല ഇത്, സാങ്കല്പികമായിട്ട് പറയല, സത്യമായത് അല്ലേ? അതുകൊണ്ടാണ് 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെയും പറഞ്ഞിരിക്കുക, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം. സ്വർഗത്തിൽ സന്തോഷം. സ്വർഗം സെലിബ്രേറ്റ് ചെയ്യാണ്. ഒരാൾ മാനസാന്തരപ്പെട്ടു. നമ്മൾ ഈ ബുധനാഴ്ച തോറും പഠിക്കുന്ന എന്തുവാ? സ്വർഗത്തിൽ നമ്മൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? നിങ്ങളൊക്കെ ഈ പാഠമൊക്കെ പഠിച്ച് ആ ഉപദേശത്തിനൊത്തവണ്ണം മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ പേര് ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം അല്ലേ? അങ്ങനെ സന്തോഷിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇതേ കാര്യം തന്നെ 103-ാം സങ്കീർത്തനം 8 മുതൽ 13 വരെ ഒന്ന് വായിച്ച് കേൾക്കാം. 103-ാം സങ്കീർത്തനം 8 മുതൽ 13 ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തിന്റെ വിശേഷണങ്ങൾ. നിങ്ങൾ കേട്ടോ? അവൻ എല്ലായ്പ്പോഴും വത്സിക്കയില്ല. കേട്ടോ? പാപത്തിനൊത്തവണ്ണം പ്രതികാരം ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ്. ഇത്ര സന്തോഷമായല്ലേ? നമ്മുടെ വിചാരം ഒരു പാപം ചെയ്താൽ അതിനനുസരിച്ച് ഒരൊറ്റ അടി അല്ലെ? പാപത്തിനൊത്തവണ്ണം അടി തരുന്നില്ലെന്ന് നിങ്ങൾ ഈ വാക്യമൊക്കെ കേട്ടിട്ടുണ്ടോ? ധ്യാനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തിന് ആനുപാതികമായിട്ട് അടിയിട്ട് തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പാപത്തിനൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല. കൃപയുടെ ദൈവമാണ്. അകൃത്യങ്ങൾ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പകരം വീട്ടുന്നില്ല. കർത്താവ് അങ്ങനെ പകയുള്ളവനല്ല, പകരം വീട്ടുന്ന ദൈവമല്ല. നീ മിനിഞ്ഞാന്ന് പ്രാർത്ഥിക്കായിരുന്നു അല്ലേ, എങ്കിൽ ഞാൻ 2 അടി തരാം. അങ്ങനെ എല്ലാത്തിനും പകരം തന്നോണ്ടിരുന്ന നമ്മളൊക്കെ എന്നേ നശിച്ചു പോയേനെ. അങ്ങനെ ക്രോധമൊന്നും തരാൻ പറ്റത്തില്ല ദൈവത്തിന്. നമ്മള് അതിനുള്ള പാങ്ങില്ല. നമുക്ക് തനി മലയാളത്തിൽ പറഞ്ഞാൽ പാങ്ങില്ലെന്ന് പറയും അല്ലേ? നമ്മളെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം കൃപാലുവാണ്. തുറന്നു വായിച്ചാട്ടെ. നേരത്തെ യശയാവ് 55 പറഞ്ഞ അതേ കാര്യം. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാർ മേലുള്ളത് വലിയതാകുന്നു. നേരത്തെ പറഞ്ഞത് ഓർക്കണം. ആകാശം ഈ ഭൂമിയിൽ നിന്ന് എത്ര ഉയർന്നതാണെന്ന് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം. അത്ര വലിയതാണ് എൻ്റെ ദൈവത്തിന് എന്നോടുള്ള കൃപയെന്ന്. നിങ്ങൾ ആരെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടോ, കർത്താവ് നിനക്ക് എന്നോട് എത്രമാത്രം കൃപയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? കർത്താവ് ഇതേ ഉത്തരം തന്നെ പറയും. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അളക്കുവാൻ കഴിയാത്തത്ര വലിപ്പമുണ്ട് എനിക്ക് നിന്നോടുള്ള കൃപയിൽ. മനസ്സിലായോ? അല്ലാതെ ഞാൻ 2 ദിവസം പാപം ചെയ്തു, 3 ദിവസം പ്രാർത്ഥിക്കായിരുന്നു, ഉടനെ കൃപ തീർന്നു, അതല്ല. പ്രാർത്ഥിക്കാതിരിക്കാനും പാപം ചെയ്യാനുള്ള മെസ്സേജ് അല്ല. അത് പിന്നീട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. മനസ്സിലാക്കണം. നമ്മുടെ സങ്കല്പങ്ങളിലുള്ള ദൈവത്തെയൊക്കെ പൊളിച്ച് ദൂരെ കളയണം. വിഗ്രഹാരാധന മാറ്റുക എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കുന്ന ഏതെങ്കിലും മൂർത്തി തള്ളിപ്പൊളിച്ച് കളയുന്ന മാത്രമല്ല, എൻ്റെ ഉള്ളിൽ, എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ മെനഞ്ഞെടുത്തിരിക്കുന്ന സാങ്കല്പിക ദൈവത്തെയും മാറ്റിയിട്ട് വചനപ്രകാരമുള്ള ദൈവത്തെ അവിടെ ഞാൻ ആരാധിക്കണം. വചനപ്രകാരമുള്ള ദൈവം ഇങ്ങനെയാണ്. എൻ്റെ പാപത്തിനൊത്തോണ്ട് എന്നെ പ്രതികാരം ചെയ്യുന്നവനല്ല. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയഭക്തന്മാർ വലിയത് തന്നെ. തുടർന്ന് വായിച്ചാട്ടെ. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം പോലെ
നമ്മിൽ നിന്ന് നമ്മുടെ പാപങ്ങളെ അവൻ നീക്കിക്കളഞ്ഞു, അത്ര ദൂരത്താക്കി കളഞ്ഞു അവന്റെ വീണ്ടെടുപ്പിലൂടെ. അപ്പന് മക്കളോട്, നമ്മൾ വായിച്ചു ലൂക്കോസ് 15, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. വെറുതെ ഒരു ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം പോലല്ല നമ്മുടെ ദൈവം നമ്മളോട് ബന്ധപ്പെടുന്നത്. അപ്പൻ മക്കളോട്, ഒരപ്പൻ മക്കളോട് ഇടപെടുന്നത് പോലെ. നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം രക്തമാണ്, അല്ലെ? വാത്സല്യത്തോടെ നമ്മളോട് ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇത്ര അധികം ദയയുള്ള, കൃപയുള്ള, ദീർഘക്ഷമയുള്ള, ധാരാളം ക്ഷമിക്കുന്ന, അപ്പനെ പോലെ മനസ്സലിവുള്ള, ആർദ്രതയുള്ള, ഇതൊക്കെയാണോ നിങ്ങൾ ദൈവം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത്? അത് ഇതൊക്കെ പ്രസംഗത്തിൽ മാത്രം കേട്ടറിയുള്ളൂ. ആദ്യം സഹോദരൻ പറഞ്ഞ പോലെ ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആദ്യത്തെ ആഴ്ച ബൈബിൾ സ്റ്റഡി തുടങ്ങിയപ്പോൾ ഒരു വേദഭാഗം കാണാൻ പഠിക്കാൻ പറഞ്ഞു. എന്തായിരുന്നു? 1 പത്രോസ് 2-ാം അധ്യായം, അതിലെ 3-ാമത്തെ വാക്യം എന്താ? നിങ്ങൾ കർത്താവ് കൃപാലുവെന്ന്, ദയാലുവെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ രുചിച്ചറിഞ്ഞില്ലേ കർത്താവ് ദയാലുവാണെന്ന്? നിങ്ങളുടെ പാപത്തിനൊത്തവണ്ണം നിങ്ങളെ നരകത്തിൽ പിടിച്ച് ദണ്ഡനത്തിന് ഏൽപ്പിക്കാതെ നിങ്ങളെ രക്ഷിച്ചൊരു കർത്താവാണ്, അല്ലേ? അപ്പോൾ ആ കർത്താവിനായിട്ട് നമുക്ക് സ്തോത്രം പറയാം. അവന്റെ കൃപ ആശ്ചര്യപൂർണമായ കൃപയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നിടത്ത് അവന്റെ കൃപയൊന്നും തീരത്തില്ല. ചിലരൊക്കെ പറയുന്നു ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറം പോയാൽ പിന്നെ കൃപയൊന്നുമില്ല. അങ്ങനല്ല. നിങ്ങൾ ആരും നിങ്ങളുടെ അവിശ്വാസം നിമിത്തം കർത്താവിൻ്റെ ദയക്കോ അവൻ്റെ കൃപയ്ക്കോ അവൻ്റെ മനസ്സലിവിനോ അവൻ്റെ സ്നേഹത്തിനോ അവൻ്റെ വിശ്വസ്തതയ്ക്കോ ഒരു പരിമിതി കൽപ്പിക്കരുത്. പരിമിതി കൽപ്പിക്കരുത്. അതാണ് നേരത്തെ പറഞ്ഞത്, പരിമിതിയില്ലാത്തത്ര വലിപ്പമുള്ളതാണ് അവൻ്റെ കൃപയും ദയയും. അതുകൊണ്ട് വിശ്വസിക്കുക, കർത്താവ് വലിയവനാണ്, കൃപയുള്ളവനാണ്, അവനായി സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ വഴികൾ പോലെ അല്ല. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തിൽ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ അപ്പോൾ ഈ വാക്യം ഓർക്കണം. നിങ്ങളുടെ വഴികൾ പോലല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങൾ പോലല്ല എൻ്റെ വിചാരങ്ങൾ. ഇനി നമുക്ക് യെശയ്യാ 55 തുടർന്ന് വായിക്കാം. 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയ്ക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞു ദുഷ്ടൻ മടങ്ങി വരണം, നീതികെട്ടവൻ തിരിഞ്ഞു വരണം, കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ടു വരണം, അപ്പോൾ അവൻ ധാരാളം ക്ഷമ പ്രാപിക്കും. നിങ്ങളുടെ വഴികൾ പോലല്ല എൻ്റെ വഴികൾ, അവൻ ക്ഷമ പ്രാപിക്കും. ദണ്ഡനമല്ല ക്ഷമ, ആശ്ചര്യപൂർണമായ കൃപ. ഇതെല്ലാം പറഞ്ഞു ഉടനെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാ? ദൈവവചനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇതും പലപ്പോഴും വായിച്ചു കേൾക്കാറുണ്ട് ഈ പശ്ചാത്തലമായിട്ടൊരു ബന്ധവും ഇല്ലാതെ. ഇതെല്ലാം അടർത്തി വെച്ചിരിക്കുക, ചുമ്മാ ഉദ്ധരിക്കാൻ വേണ്ടി അടർത്തി വെച്ചിരിക്കുക. അല്ല, എന്താ ഈ തൊട്ടടുത്ത് വചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ കുറിച്ച് വചനത്തിന്റെ തന്നെ എന്ത് കാര്യമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുക, അല്ലെ? മഴയും ഹിമവും ഒക്കെ ആകാശത്തു നിന്ന് ചുമ്മാ വന്ന് ഭൂമിയെ തൊട്ടങ്ങ് പോവാണോ? അല്ല, അല്ലെ? ഭൂമിയിൽ എന്തുളവാക്കും? ഫലഭൂയിഷ്ഠത ഉളവാക്കും, അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ പല പ്രദേശങ്ങളിലും മഴയില്ലാത്തത് കൊണ്ട് കൃഷിയൊക്കെ ഒരു ഗുണവും ഇല്ല. അവിടെ എത്ര കൃഷി ചെയ്ത് എത്ര നല്ല വിത്ത് ഇവിടുന്ന് കൊണ്ടുപോയാലും കൃഷിയൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താ? അവിടെ മഴയില്ല. അപ്പോൾ ഈ വെയിൽ കാരണം എല്ലാം വാടിപ്പോവും. മഴ വന്നാലേ എന്ത് സംഭവിക്കത്തുള്ളൂ? മണ്ണില് ഫലഭൂയിഷ്ഠത ഉണ്ടാകത്തുള്ളൂ, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാലോ, ഗ്രാമപ്രദേശങ്ങളിൽ വരുന്നവരായതുകൊണ്ട് അത് കൂടുതൽ പറഞ്ഞു ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? എന്നതുപോലെ മഴ ഭൂമിയിൽ വന്ന് അവിടെ ഫലവത്താക്കി വിളയുന്നത് പോലെ. അപ്പൊ ആ ചിത്രം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചിന്തിക്കാൻ? എൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ആ മഴ വന്ന് മണ്ണിനെ ഫലഭൂയിഷ്ഠതയാക്കി മാറ്റുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. ആഹാ, അപ്പൊ അവൻ്റെ വചനം എന്തു പ്രവൃത്തിക്ക് വേണ്ടിയാണോ കടന്നു വരുന്നത് അത് നിവർത്തിച്ചിരിക്കും. അതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. നമ്മുടെയൊക്കെ പലരുടെയും പ്രസംഗം ചുമ്മാ മടങ്ങി പോകാറുണ്ട്. ദൈവവചനം അങ്ങനല്ല. ദൈവവചനം എന്ത് പദ്ധതിക്കായിട്ടാണോ കർത്താവിൻ്റെ വായിൽ നിന്ന് ഉളവായത് അതെന്ത് ചെയ്യും?
അതെനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇത് ദൈവവചനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്ന് പറയുന്ന ആ വചനം വിശ്വാസയോഗ്യമായ വചനമാണ്. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ കരുണ ലഭിക്കും, സമാധാനം ലഭിക്കും എന്ന് പറയുന്ന വചനം വെറുതെ ഒരു വചനമല്ല, വെറും വാക്കല്ല. അത് അനുഭവിച്ച് രുചിച്ചറിയുവാൻ കഴിയും, അത് നിവർത്തിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വളരെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കും. അത് ഒന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. അങ്ങനെ ഉറപ്പില്ലാത്ത വചനമല്ല. ദൈവവചനം എന്തു പറയുന്നു അതവൻ നിവർത്തിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പലരും വചനമൊക്കെ കേൾക്കുന്നവരെല്ലാവരും അങ്ങോട്ടങ്ങ് ഇത് പ്രാപിക്കുന്നില്ലല്ലോ, അല്ലേ? അവിടെയാണ് നമ്മൾ ഈ യെശയ്യാ 55 1 മുതൽ 3 ആദ്യം വായിക്കേണ്ടത്. 55 1 മുതൽ 3. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് കടന്നു വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പിൻ. കണ്ടോ, വചനത്തെക്കുറിച്ചാണ്. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. നിങ്ങൾക്ക് പുഷ്ടി വരുത്തുന്ന, ആരോഗ്യം വരുത്തുന്ന ഭോജനമാണ് ദൈവവചനം. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുമെങ്കിൽ നിങ്ങൾക്ക് നന്മ അനുഭവിക്കുവാൻ കഴിയും. നിങ്ങൾ ചെവിചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. ഇങ്ങനെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. നിങ്ങൾ ചെവിചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. അപ്പോൾ വചനം അത് വന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ചുമ്മാ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയി ഇതുപോലെ ഇരുന്നാൽ പോരാ, ഇരുന്ന് ഉറങ്ങിയാൽ പോരാ. മഴ പെയ്യുന്നുണ്ടല്ലോ, അല്ലെ? മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. കിളച്ചു മറിച്ച പറമ്പിൽ ഗുണം ചെയ്യും എന്ന് പറഞ്ഞതൊരു ഒരുക്കത്തോടെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വരണം. എന്തോ ഈ വചനം കേൾക്കണം, ചെവി ചായ്ക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തോ ചെവി ഇങ്ങനെ ചായ്ക്കണോ? അല്ല, എന്താണ്? ഹൃദയത്തിൽ എന്ത് വേണം? വിശ്വാസം വേണം. അപ്പോൾ മാനസാന്തരം കണ്ടു. അടുത്തതായിട്ട് വിശ്വാസമുള്ള നിലങ്ങളിൽ വചനം വന്ന് ആ പറഞ്ഞ കാര്യം നിവർത്തിച്ചിരിക്കും. അതിലൊരു സംശയവും വേണ്ട. വിശ്വാസത്തോടെ നീതികെട്ടവൻ യഹോവയിലേക്ക് തിരിഞ്ഞാൽ ധാരാളം ക്ഷമ പ്രാപിക്കും. അതാണ് ഇവിടുത്തെ പശ്ചാത്തലത്തിലെ അർത്ഥം. എന്തുകൊണ്ടാണ് വചനം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? എബ്രായർ 4:12. എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ള. അപ്പൊ ഇത് വെറും അച്ചടിയല്ല കേട്ടോ, അച്ചടിച്ചു വെച്ചിരിക്കുന്ന കുറെ വാക്കുകളല്ല ദൈവവചനം. അത് നമുക്ക് വായിക്കാൻ വേണ്ടി ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് തന്നിരിക്കുന്നതേ ഉള്ളൂ. അത് മാത്രമാണ് ദൈവവചനം എന്ന് ആരും ചിന്തിക്കരുത്. ഏതോ ഒരു മതഗ്രന്ഥം. ഇതൊരു മതത്തിന്റെയും ഗ്രന്ഥമല്ല. ഇത് മതവുമായിട്ട് ദൈവത്തിനൊരു ബന്ധവും ഇല്ല. അത് മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ മതം. ദൈവിക സങ്കല്പങ്ങൾ വെച്ച് ക്രിസ്തു മതവും ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് പല പള്ളികളിലുമുള്ള ക്രിസ്തു മതം. ഇതല്ല. ഇത് സൃഷ്ടാവാം ദൈവം മനുഷ്യന്, അല്ലാതെ ക്രിസ്ത്യാനികൾക്കല്ല, മനുഷ്യന് കൊടുത്തിരിക്കുന്ന ദൈവവചനം പിന്നീടുള്ള തലമുറകൾക്കും കേൾക്കുവാൻ വേണ്ടിയും വായിക്കുവാൻ വേണ്ടിയും ആത്മീക വർധന ഉളവാക്കുവാനും ഒക്കെ വേണ്ടി അച്ചടിച്ച് തന്നിരിക്കണം. അല്ലാതെ ഈ പുസ്തകമാണ് ദൈവവചനം എന്നാരും തെറ്റിദ്ധരിക്കരുത്. ദൈവവചനം എന്താണ്? ജീവനും ചൈതന്യമുള്ളതും ഇരുവായ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ആ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ ഒരു സർജറിക്ക് പോയ പോലെ ഒരു കത്തി വെച്ചും കീറാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് അകത്ത്, പ്രാണന്റെ അകത്തുള്ള കാര്യങ്ങൾ പോലും എന്താ പറയാ, വിവേചിച്ച് അതിനെ വേർതിരിക്കുവാൻ, തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതാണ് ദൈവവചനം. തുറന്ന് വായിച്ചാട്ടെ. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കേട്ടോ, നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ പുറത്തു കൊണ്ടുവരുന്നതാ ദൈവവചനം. എക്സ്റേ എടുക്കുന്ന പോലെ അറിയാം. എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റാത്തതൊക്കെ കാണാൻ പറ്റും അകത്തെ, അല്ലേ? ഇപ്പൊ സ്കാന്
അങ്ങനെയൊക്കെ ഇല്ലേ? അതുപോലെ ദൈവവചനം അങ്ങനെ സ്കാനൊക്കെ ചെയ്യുന്ന, തുളച്ചു ചെല്ലുന്ന, ഇരുവായി തലയേക്കാളും മൂർച്ചയുള്ള എന്തുവന്നാ ജീവനുള്ള വചനമാണ്. അല്ലെ? നമ്മൾ വിത്ത് പാകുമ്പോൾ വിത്തിനകത്ത് ജീവനുള്ളതുകൊണ്ടാണ് അത് പിന്നെ മുളച്ച് മരമായി മാറുന്നത്. അതൊരു ചത്ത ശവമാണ് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും മുളയ്ക്കത്തില്ല. അല്ലെ? ജീവനുണ്ട് അതിനകത്ത്. എന്ന് പറഞ്ഞ പോലെ വചനത്തിനകത്ത് ജീവനുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് ജീവനുണ്ട്. വിശ്വാസത്തോടെ കേട്ടത് ഏറ്റെടുക്കുന്നവർ ആ ജീവൻ പ്രാപിക്കും. വെറുതെ ഇരുന്ന് ഉറങ്ങുന്നവർ ഉറങ്ങിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. വിശ്വാസത്തോടെ അത് കേൾക്കണം. യോഹന്നാൻ 6:63. ആ, ജഡം ഒന്നിനും ഗുണമില്ല. നിങ്ങളെല്ലാവരും കേട്ടോ? ജഡം ഒന്നിനും ഗുണമില്ല. ജഡത്തിലെ ഈ ചെവി കണ്ടല്ലോ നിങ്ങളെല്ലാവരും. ജഡത്തിലെ ഈ ചെവി കൊണ്ട് വചനം കേട്ടിട്ട് ഒരു ഗുണവും ഇല്ല. നിങ്ങൾ പോയി അപ്പുറത്തെ പറമ്പിലെ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടാലും ഇവിടെ വന്ന് എൻ്റെ പ്രസംഗം ജഡത്തിൽ കേട്ടാലും ഒരു ഗുണമേ ഉള്ളൂ. ഒന്നുമില്ല, കുറേ സമയം പോയി കിട്ടിയെന്നല്ലാതെ. നിങ്ങളുടെ ഈ ചെവി വെച്ച് കേൾക്കുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. ജഡം ഒന്നിനും കൊള്ളത്തില്ല. പിന്നെന്തുവാ കൊള്ളാമെന്ന് അവിടെ ആദ്യം വായിച്ചെന്തുവാ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. കേട്ടോ? ആത്മാവ് കടന്നു വന്നാലേ ജീവൻ വരത്തുള്ളൂ. ജഡത്തിന് ജീവൻ നൽകാൻ കഴിയില്ല. ഇനി തുടർന്ന് വായിച്ചാട്ടെ. ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. എന്താ പറഞ്ഞ? ആത്മാവിന് മാത്രമേ ജീവൻ നൽകാൻ കഴിയത്തുള്ളൂ. പിന്നീട് പറഞ്ഞിരിക്കുക, ഞാൻ ഈ പറഞ്ഞ വചനത്തിൽ തന്നെ ഉണ്ട് ആത്മാവിന്റെ ശക്തി. അപ്പൊ വചനം എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്? അത് ചുമ്മാ മടങ്ങി തിരിച്ചു വരികയില്ല. എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞെന്താണ്? ദൈവവചനം വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. കേട്ടോ? ഇത് വിശ്വസിക്കുന്നവനെ അറിയത്തുള്ളൂ. മറ്റവും വിചാരിക്കും ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ ഒരാൾ കുറേ നേരം എന്തൊക്കെയോ മതപ്രസംഗം, പ്രഭാഷണം, വായി തോന്നിയൊക്കെ എന്തൊക്കെയോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചുമ്മാ ചെവി വെച്ച് ജഡം കൊണ്ട് മാത്രം കേൾക്കുന്നവൻ. വിശ്വാസത്താൽ ശ്രവിക്കുന്നവന് മനസ്സിലാവും, അയ്യോ ഇത് വെറും ഒരു പ്രസംഗമല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു പുസ്തകം വായിക്കുകയല്ലല്ലോ, ഇതിനകത്ത് ആത്മാവും ജീവനും ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിലെ മരിപ്പിൻ്റെ അവസ്ഥയൊക്കെ മാറുന്നല്ലോ. വിത്ത് പാകിയിട്ട് അവിടെ മുളച്ചു വരുന്നത് പോലെ എന്തൊക്കെയോ മുളച്ചു വരുന്നുണ്ടല്ലോ. കേട്ടോ? ദൈവവചനം പറഞ്ഞിരിക്കുന്ന സത്യാവസ്ഥകൾ രുചിച്ചറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞു, ഇതാണ് രുചിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദൃശ്യനായ ദൈവത്തെ എങ്ങനെ രുചിച്ചറിയാൻ പറ്റും? അവൻ്റെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ആത്മാവ് വന്ന് പ്രവർത്തിക്കും. അപ്പൊ രുചിച്ചറിയും. ഇപ്പൊ ഇതൊക്കെ വെറും പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. നമ്മള് സ്കൂളിൽ പോയി പാഠപുസ്തകത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ശരി, തലയാട്ടാൻ വേണ്ടിയല്ല ഇത്. തലയാട്ടുന്ന കാര്യം വേറെ, രുചിച്ചറിയുന്നത് വേറെ കാര്യം അല്ലേ? നിങ്ങളുടെ ഈ പുസ്തകം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് എൻ്റെ ജീവചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് വെറും ഒരു പുസ്തകമാണോ? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അനുഭവം അത് അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇത് വെറും ഏതോ ആരാണ്ടോ എഴുതി ഏതോ ഒരു പുസ്തകം എന്ന് പറയരുത്. ഇത് എൻ്റെ അനുഭവമാകണം. ഇതൊക്കെ എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ, ഞാൻ പരിചയസമ്പത്തുള്ള ആളാണെന്ന് പറയണം. അതെങ്ങനെ? വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കുമെങ്കിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചത് സംഭവിക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദൈവം കൃപാലുവാണ്, ദയാലുവാണ്, നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ കൃപയൊക്കെ തരുന്ന ഇതൊക്കെ. പക്ഷെ ആർക്ക് അനുഭവിക്കാൻ പറ്റും? ആ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. അതേ കർത്താവ് നീ അങ്ങനെയാണെന്ന് വിശ്വസിച്ച് ആ വചനം ഏറ്റെടുക്കുമ്പോൾ അയ്യോ ആശ്ചര്യപൂർണമായ കൃപയാണല്ലോ ദൈവത്തിൻ്റെതെന്ന് പറയാൻ പറ്റും. പലപ്പോഴും ഈ ആരാധന സമയത്ത് ഏതോ അങ്കിൾ എഴുതി വെച്ച പാട്ടൊക്കെ നമ്മൾ പാടുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ വർണ്ണനമൊന്നും വരുന്നില്ല അല്ലേ? നമുക്ക് ഈ ഇതുപോലെ വലിയ സാഹിത്യവും സംഗീതവും കവിതയൊന്നും വരുന്നില്ല. ദൈവത്തിൻ്റെ കൃപ. ഓ ശരി, എന്തോ ഇത്ര പാട്ടൊക്കെ പാടാൻ എന്തോ ഇരിക്കുന്നത്. എന്താ അറിയാവോ? ഈ പാട്ട് എഴുതിയ ആൾ ഇതൊക്കെ രുചിച്ചറിഞ്ഞു, നമ്മൾ കേട്ടറിഞ്ഞു. അങ്ങനെ കേട്ടറിഞ്ഞവരുടെ സഭയിൽ പാട്ടൊക്കെ കേൾക്കണം ഇങ്ങനെ അല്ലെ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ ഇത്രത്തോളം ജയം തന്നെന്നുള്ള പാട്ടുണ്ടല്ലോ, അത് ഒരിടത്ത് പാടുക. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിൽ. ഇതോ മരണത്തിനെങ്ങാണ്ട് പാടാൻ കൊള്ളായിരുന്നു അല്ലേ? ഇത്രത്തോളം തോൽവി തന്ന യഹോവയെന്ന് പാടിയിരുന്ന കുറച്ചൊരു അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ? ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇങ്ങനെ പാടുന്ന കേട്ടിട്ടില്ലേ ചിലയിടത്തൊക്കെ? ഉറക്കം തൂങ്ങി പാടുക ജയം തന്ന നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ ജയം തന്നോന്ന്. രുചിച്ചറിയണം. വിശ്വാസത്താൽ വചനം രുചിച്ചറിഞ്ഞ് വചനത്തിനകത്തു പറഞ്ഞിരിക്കുന്ന സത്യാവസ്ഥകൾ, യാഥാർത്ഥ്യങ്ങൾ വാസ്തവമാണെന്ന് ഞാൻ അറിയണം, റിയലാണെന്ന് അറിയണം.
അതുകൊണ്ട് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അവൻ നൽകുന്ന ആ വലിയ ദയ, കരുണ, ഇതൊക്കെ നമ്മൾ രുചിച്ചറിഞ്ഞ് നമ്മുടെ ദൈവം എത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിയണം. നിങ്ങളൊക്കെ രുചിച്ചറിഞ്ഞോ? യേശു ക്രിസ്തു മാധുര്യവാനാണെന്ന് രുചിച്ചറിഞ്ഞോ? അങ്ങനെ രുചിച്ചറിയുമ്പോഴാണ് നേരത്തെ പാടിയത് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്നൊക്കെ പാടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്തോന്ന് ഇത്ര സൗഭാഗ്യം? ആഴ്ചയിൽ 2 പ്രാവശ്യം ബോറടിക്കുന്ന മീറ്റിംഗ് വന്നിരിക്കുന്ന എന്തോന്ന് ഇത്ര വലിയ സൗഭാഗ്യം? അല്ലേ? സൗഭാഗ്യം എന്താ അറിയോ? ഈ ദൈവത്തെ രുചിച്ചറിയാൻ പറ്റും. ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം, വചനം വിശ്വസിച്ചെങ്കിലേ ഈ വചനത്തിൽ നിന്ന് ഈ ആഴ്ച പ്രസംഗിക്കുന്നതല്ല, ഏതൊക്കെ ആഴ്ച ആരൊക്കെ ഇവിടെ ഒന്ന് പ്രസംഗിക്കട്ടെ, വചനം വിശ്വസിച്ചാലേ അതൊക്കെ അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ. മാനസാന്തരം വേണം, വിശ്വാസം വേണം. അതുകൊണ്ട് റോമാലേഖനം 1 നമുക്ക് കടക്കാം. റോമർ 1:16-17 വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രസക്തി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇനി റോമർ ലേഖനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ റോമർ 1:16-17 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കുള്ള ദൈവശക്തി. അവയോ സുവിശേഷം ഒരു പ്രസംഗമല്ലയോ? കുറെ കാര്യങ്ങളൊക്കെ ഒരാൾ ഇന്ന് പ്രസംഗിക്കുന്നതിനല്ലയോ സുവിശേഷം എന്ന് പറയുന്നത്? അല്ല, അത് വിശ്വസിക്കുന്നവൻ എന്താണ്? വെറും ഒരു പ്രസംഗമല്ല, രക്ഷയ്ക്ക് കാരണമാകുന്ന ദൈവശക്തിയാണ്. നിങ്ങൾക്ക് കേട്ടോ, ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞു അല്ലേ? രക്ഷിക്കപ്പെടാൻ നേരം നമ്മൾ ദൈവവചനം വിശ്വസിക്കുമ്പോൾ അത് ദൈവശക്തിയായിട്ട് നമ്മളിൽ വ്യാപരിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അങ്ങനെ തന്നെ. ദൈവം പറയുന്ന വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കും. അപ്പൊ വിശ്വസിക്കുന്നവന് തുറന്നു വായിച്ചാട്ടെ. കാരണം എന്താ? സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസത്തും കാരണം വിശ്വാസത്തിലേക്ക് വെളിപ്പെടുന്നു. ഈ വിശ്വാസം ഹേതു എന്നും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. വിശ്വാസം കാരണം നമുക്ക് എന്ത് ലഭിക്കുന്നു? ദൈവത്തിന്റെ നീതി ലഭിക്കുന്നു. ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയം വരും. എന്തോ ഈ ദൈവത്തിന്റെ നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അടി കിട്ടുമെന്നാണോ? പാപി പോയി ദൈവത്തിന്റെ അടുത്ത് ദൈവനീതി പ്രാപിച്ച എന്തോ കിട്ടും? അടി കിട്ടുമെന്നല്ലേ അതിനർത്ഥം. ഇവിടെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദൈവം നീതി പ്രവർത്തിച്ച് നമ്മളെ ദണ്ഡിപ്പിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ നീതികേട് മറയ്ക്കുവാൻ ദൈവം ഒരു നീതി നമുക്ക് സൗജന്യമായി തരും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. റോമർ 3:21-22, റോമൻസ് 3:21-22. എന്തോ നീതിയായി വെളിപ്പെട്ട് വരുന്നേ? ദൈവത്തിന്റെ നീതി, അതായത് വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ കണ്ടോ, അവിടെ കണ്ടോ, വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന നീതി. ഇനി കുറച്ചുകൂടി എളുപ്പമാക്കുവാൻ ഫിലിപ്പിയ ലേഖനം 3:9 വായിക്കാം. ഫിലിപ്പിയൻസ് 3:9. അവിടെ ഇതിനേക്കാളും വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തോ ഈ ദൈവനീതി, സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി. ഫിലിപ്പിയർ 3:9. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതി അല്ല, പ്രവൃത്തിയാൽ, എൻ്റെ സ്വന്തം ഭക്തിയാൽ, എൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ലഭിക്കുന്ന നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ. കണ്ടോ, ആ 2 നീതി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രവൃത്തിയാലുള്ള നീതിയാണ് ഒന്ന്. സ്വന്തമായിട്ട് ഭക്തിയൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ച് പടി കയറി അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ നീതി കിട്ടുമെന്ന്. അതാണ് മതം. പ്രവൃത്തി ചെയ്ത് മാർക്ക് വാങ്ങിച്ച് അങ്ങ് മേളിൽ ചെല്ലാമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, അതല്ല സുവിശേഷത്തിലെ നീതി. ഇതുകൊണ്ടാണ് പല ക്രിസ്തീയ പള്ളികളിൽ പോലും സുവിശേഷം അല്ല പ്രസംഗിക്കുന്നത്. ഇവിടെ പോകണം, അവിടെ പോകണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം, നിങ്ങളൊരു മോക്ഷയാത്രയ്ക്ക് പോകണം, ഇവിടെ പോയി മെഴുകുതിരി കത്തിക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, മറ്റേത് ചെയ്യണം. പ്രവൃത്തിയാലല്ല സുവിശേഷം. എന്താണ്? യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്കൊരു നീതി നൽകും. അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. കടമായിട്ട്, സൗജന്യമായിട്ട്, പരിപൂർണതയുള്ളൊരു നീതി എനിക്ക് കടമായിട്ട് ലഭിക്കും. മറ്റേ പുത്രൻ വന്നപ്പോൾ കണ്ടല്ലോ, ഇവന്റെ അങ്കിയൊക്കെ മാറ്റിക്കേ,
ഈ വേഷമൊക്കെ മാറ്റിയിട്ട് പുത്തനൊരു അങ്കി കൊടുത്തു, അല്ലാതെ ഒരു തുണിയും ഒരു സൂചി എടുത്ത് കൊടുത്തിട്ട് നീ തന്നെ തയ്ച്ചിട്ടൊരു ഡ്രസ്സ് ഉണ്ടാക്കി ഇട്ടോ എന്നല്ല പറഞ്ഞത്. ഏറ്റവും നല്ല മേലങ്കി ഇങ്ങ് കൊണ്ടുവന്നേ, അവന് കൊടുത്തേ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ കടമായിട്ട് എനിക്കൊരു നീതി നൽകും. അതാണ് നമ്മൾ റോമർ 1:16-17 വായിച്ചത്. വിശ്വസിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്താൽ ഒരു നീതി ലഭിക്കും. അങ്ങനെ ദൈവശക്തി വ്യാപരിച്ച് രക്ഷയിലേക്ക് നമ്മളെ നടത്തുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് പൗലോസ് പറയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. പക്ഷെ ഇത് ആർക്കാ ഇതൊക്കെ ഉള്ളത്? ചുമ്മാ സുവിശേഷം കേട്ടിപ്പോ ഈ പറഞ്ഞ പ്രസംഗമൊക്കെ മനസ്സിലാക്കുന്നവർക്കാണോ? അല്ല, വിശ്വസിക്കുന്നവർക്കാണ്, മനസ്സിലാക്കുന്നവർക്കല്ല. ഈ കൃപ, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ നീതീകരണം, ഇതെല്ലാം ആർക്കാ? വിശ്വസിക്കുന്നവർക്കേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? റോമർ 4:3-8 വിശ്വാസം എന്നുള്ള വിഷയത്തിൽ തന്നെ നമ്മൾ ഇനിയും ചിന്തിക്കുകയാണ്. റോമർ 4:3-8 തിരുവെഴുത്തുകൾ ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു? പഴയ നിയമം കോട്ട് ചെയ്തുകൊണ്ട് പൗലോസ് ഇനി പറയാൻ പോവാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഇത് ഉൽപ്പത്തിയിലെ ഒരു വാക്യമാണ്. അത് അവന് നീതിയായിട്ട് കണക്കപ്പെട്ടു. അബ്രഹാം പ്രവൃത്തിയൊന്നും ചെയ്തില്ല, മെഴുകുതിരി കത്തിച്ചില്ല, ഒരു മോക്ഷയാത്രയ്ക്കും പോയില്ല, ഒന്നും ചെയ്തില്ല. എന്താ ചെയ്തുള്ളൂ? വാഗ്ദത്തത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായിട്ട് കണക്കിട്ടു. കണ്ടോ? ഇങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിച്ചപ്പോൾ, സുവിശേഷം വിശ്വസിച്ചപ്പോൾ ദൈവം അതെന്തായിട്ട് കണക്കിട്ടു? നീതിയായിട്ട് കണക്കിട്ടു. കണ്ടോ? തുടർന്ന് വായിച്ചാട്ടെ. പ്രവർത്തിക്കുന്നവന് കൂലി കൊടുക്കും. നിങ്ങൾ ജോലിക്ക് പോയേച്ച് മാസാവസാനം നിങ്ങൾക്ക് കൂലി തരുമ്പോ ആരെങ്കിലും പറയോ കൃപയാൽ കൂലി കിട്ടിയെന്ന്? ദൈവകൃപയാൽ കിട്ടിയെന്ന് പറയെങ്കിലും ആ ഉടമസ്ഥനോട് പറയത്തില്ലല്ലോ കൃപയാൽ കിട്ടിയെന്ന്. ഇല്ല, കാരണം പ്രവൃത്തിക്കുള്ള തക്കതായ കൂലിയാ. അപ്പൊ കൃപയെന്ന് പറയുമ്പോഴേ ഓർത്തോണം, അത് കൂലിയല്ല, അത് പ്രതിഫലമല്ല. തുടർന്ന് വായിച്ചാട്ടെ. പ്രവർത്തിക്കാത്തവനെങ്കിലും വിശ്വസിക്കുന്നവൻ, ആരിൽ വിശ്വസിക്കുന്നവൻ? അഭക്തനെ നീതീകരിക്കുന്നവൻ. കണ്ടോ? നേരത്തെ നമ്മൾ വായിച്ചു, നീതികെട്ടവനെ ധാരാളം ക്ഷമിക്കുന്നവൻ. അല്ലാതെ ഭക്തനായവനെ ഇങ്ങ് കയറി വാന്നല്ല നമ്മുടെ കർത്താവ് പറയുന്നത്. അഭക്തൻ കടന്നു വരട്ടെ, നീതി കെട്ടവൻ കടന്നു വരട്ടെ, പാപി കടന്നു വരട്ടെ. ഈ ദൈവത്തിന് അങ്ങനെയുള്ളവരെ ആവശ്യം. അങ്ങനെയുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ അഭക്തനെ നീതീകരിക്കും. കണ്ടോ? ആശ്ചര്യപൂർണ്ണമല്ലേ നമ്മുടെ ദൈവം? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മതത്തിലൊക്കെ കൂടിയവന്മാർ ചെന്നാൽ മതി, എല്ലാ പ്രവൃത്തിയും ചെയ്ത് വലിയ കൊമ്പത്തിരിക്കുന്നവർ ചെന്നാൽ മതി എന്നാണ് സുവിശേഷം പറയുന്നത്. അഭക്ത കടന്നുവാ, നീതി കെട്ടവനെ കടന്നുവാ, ദുഷ്ടനെ ദോഷം വിട്ടിട്ട് കടന്നുവാ, കടന്നു വന്ന് വിശ്വസിച്ചാൽ നിനക്ക് കൃപ ലഭിക്കും. അഭക്തനെ നീതീകരിക്കുന്നവനിൽ പ്രവൃത്തി ചെയ്യാതെ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടും. ആണോ? ഇതാണ് ശരിയായ ഭാഗ്യവാൻ. ദൈവത്തിൽ വിശ്വസിച്ച് അവന്റെ വചനം നമ്മുടെ ഉള്ളിൽ ദൈവശക്തി പ്രവർത്തിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 4:17-23 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതൊന്ന് ആദ്യം വായിച്ച് കേൾക്കാം. റോമാലേഖനം 4:17-23 തുടർച്ചയായി വായിച്ച് വായന അങ്ങ് അവസാനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ചിന്തകൾ പറയാം. റോമാലേഖനം 4:17-23 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് പിതാവാകേണ്ടതിനു തന്നെ. പഴയകാലത്ത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വമാണ്, ഞാൻ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കുമെന്ന്. ആ വാക്തത്വം അവൻ ഏറ്റെടുത്തു. തുറന്നു വായിച്ചാട്ടെ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ അപ്പൂപ്പൻ എത്ര വയസ്സായി? 100 വയസ്സായപ്പോൾ തന്റെ ശരീരം നിർജീവമായതും അമ്മുമ്മയുടെ ഗർഭപാത്രമൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായി, അത് ഗ്രഹിച്ചിട്ടും
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ ആ, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെ? അടുത്ത വാക്യം, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ആ എല്ലാവരും കേട്ടോ? എല്ലാവർക്കും പഴയ നിയമത്തിൽ ഈ കഥ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അബ്രഹാമിനും സാറായിക്കും കുഞ്ഞുങ്ങളേ ഇല്ലായിരുന്നു. 75-ാമത്തെ വയസ്സിൽ കർത്താവ് വന്ന് വാഗ്ദത്തം കൊടുത്തു, നിനക്കൊരു പുത്രനുണ്ടാകും. പുത്രനുണ്ടാകുമെന്ന് മാത്രമല്ല, നിന്റെ സന്തതി പരമ്പരകൾ മണ്ണിലെ ഈ മണൽ പോലെ അത്രയ്ക്ക് അധികമായിരിക്കും. നീ സ്വർഗത്തിൽ നോക്കി നക്ഷത്രങ്ങളുടെ അത്രയും കാണും. നിന്റെ സന്തതിയിലൂടെ മിശിഹ കടന്നു വരും, ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. 75 കുഞ്ഞുണ്ടാകാത്ത അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഇനി എങ്ങനെ കുഞ്ഞുണ്ടാവും? എന്നിട്ട് അടുത്ത വർഷം ഉണ്ടായോ? ഇല്ല. 100-ാം വയസ്സിലേ ഇത് സംഭവിച്ചുള്ളൂ. 25 വർഷം പിന്നെയും കാത്തിരിപ്പ്. അവിടെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വചനത്തിലൂടെ വിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ഈ പത്രത്തിൽ വായിക്കുന്നത് കേട്ടിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചല്ല. ഗുരുത്വാകർഷണം ഉണ്ട്, മേളിലോട്ടറിഞ്ഞ താഴോട്ട് വീഴും, വിശ്വസിച്ചിട്ടുണ്ട്. അതല്ല വിശ്വാസം. ദൈവവിശ്വാസം അതല്ല. ദൈവവിശ്വാസത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമിന്റെയും സേറയുടെയും വിശ്വാസം എടുത്ത് പഠിക്കണം. എപ്പോഴാണ് അവർ വിശ്വസിച്ചത്? അവർ വിശ്വസിച്ച എപ്പോഴാ? 100 വയസ്സായി. 100 വയസ്സായ അപ്പൂപ്പന് കുഞ്ഞുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ കല്യാണം കഴിക്കാത്ത ആളാണ്. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. 100 വയസ്സായ അപ്പൂപ്പൻ പറഞ്ഞുകൊണ്ട് കിടക്കാം എനിക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ പറയും തലയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു, പ്രായമായി, മൂപ്പിൽസ് വട്ടായെന്ന് തോന്നുന്നു എന്ന് പറയും അല്ലേ? അപ്പൂപ്പന് പറ്റിയാലും അമ്മൂമ്മയ്ക്ക് എന്തായാലും പറ്റത്തില്ല. 100 വയസ്സ്. ഇവിടെ 10-30 ആകുമ്പോഴേ നമ്മൾ അടച്ചു പൂട്ടും. അമ്മൂമ്മ ഇനി പറ്റൂലെന്ന് പറയും അല്ലേ? നമ്മൾ സ്ത്രീകൾക്കൊക്കെ അറിയാലോ അല്ലേ? അപ്പോഴാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദത്തത്തിനൊത്തവണ്ണം അവൻ വിരോധങ്ങളെ ഒന്നും കണക്കിടാതെ ആശയ്ക്കു വിരോധമായി ആശിച്ചു. കണ്ടോ? എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയിൽ സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരാശയ്ക്കും വകയില്ലാത്തപ്പോൾ അവൻ ആശിച്ചു. അതാണ് ശരിയായ വിശ്വാസം. ശരിയായ വിശ്വാസം റിസ്ക് ഉള്ളതാണ്, സാഹസം നിറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് പറയാ ചാടിക്കോ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ പിടിക്കുമെന്ന്. പക്ഷെ ഞാൻ ചാടുന്നേ ഇല്ല. ചാടുമ്പോഴാണ് അത് വിശ്വാസമാവുന്നത്. പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് അത് വിശ്വാസമാകുന്നത്. അല്ലാതെ ദൈവം ആശ്രയത്തിന് യോഗ്യനാണെന്ന് പാട്ട് പാടുമ്പോഴല്ല. ദൈവം വിശ്വസ്തനാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോരാ, ചാടണം. എപ്പം? 100-ാം വയസ്സിലും പറഞ്ഞുകൊണ്ടെടുക്കുക, വാഗ്ദത്തമുണ്ട്, നിവൃത്തീകരിക്കപ്പെടും. അതാണ് വിശ്വാസം. ആശയ്ക്ക് വിരോധമായി ആശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാമാന്യ ബുദ്ധിയിൽ ഒരാശയ്ക്കും വകയില്ലാത്തപ്പോൾ വാഗ്ദത്തം നിമിത്തം ഒരാശ കടന്നു വന്നു. അല്ലാതെ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ എനിക്ക് ആശിക്കാൻ ഒരു വകയുമില്ല. ആശ അറ്റു. ഇനി ഈ വിഷയത്തിൽ ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് പോലെ, എന്നാൽ മാനുഷിക ബുദ്ധിയിൽ ആശയ്ക്കും വകയില്ലാത്തപ്പോൾ ആശയ്ക്ക് വിരോധമായി ദൈവ വാഗ്ദത്തം എണ്ണിക്കൊണ്ട് ഞാൻ ആശിക്കുന്നു. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത്, സേറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. കണ്ടോ? ഈ ചിലർ ഈ പ്രസംഗിക്കുന്ന വിശ്വാസം നമ്മുടെ ചുറ്റുപാടൊന്നും അവരെ നോക്കത്തില്ല, കണ്ണുപൂട്ടി വെക്കും. ഇവിടെ അങ്ങനല്ല. സാഹചര്യങ്ങളും ചുറ്റുപാടുകളുടെയും എല്ലാം അവൻ ഗ്രഹിക്കുന്നുണ്ട്. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയല്ല ഇത്. ദിവാസ്വപ്നം കാണലല്ല. ഒരു എന്താ പറയുക, അന്ധമായ അന്ധവിശ്വാസമല്ല ഇത്. ഇവിടെ എങ്ങനെയാണ്? കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഗ്രഹിച്ചു. 100 വയസ്സായി. അല്ലാതെ അപ്പൂപ്പന് ബയോളജിയും മെഡിസിനും ഒന്നും അറിയാത്തതല്ല. അപ്പൂപ്പന് നല്ലപോലെ അറിയാം അബ്രഹാമിന് 100 വയസ്സായ കുഞ്ഞുങ്ങളൊന്നും ജനിക്കത്തില്ല. അല്ലാതെ വിവരമില്ലായ്മ നിമിത്തം ഉണ്ടായ വിശ്വാസമല്ല. കണ്ടോ? എല്ലാം ഗ്രഹിച്ചു. അപ്പൊ അന്ധവിശ്വാസമല്ല ഇവിടെ ഈ പറയുന്നത്. എല്ലാ യാഥാർത്ഥ്യങ്ങളും വാസ്തവമായ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടും അതിൻ്റെ നടുവിൽ ദൈവം വാഗ്ദത്തം നൽകിയ സ്ഥിതിക്ക് വിശ്വാസത്തിന് വകയുണ്ട്.
കണ്ടോ? ഇനി പിന്നീട് പറഞ്ഞിരിക്കുകയാണ്, അവൻ അവിശ്വാസം നിമിത്തം സംശയിച്ചില്ല. അപ്പൊ സംശയം കടന്നു വന്നു. സംശയത്തിന്റെ പോരാട്ടം തനിക്കുണ്ടായിരുന്നു. ബുദ്ധിപരമായൊക്കെ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ നടക്കും? അങ്ങനെ സംശയം വന്നെങ്കിലും താൻ എന്ത് ചെയ്തില്ല? അവിശ്വസിച്ചില്ല. കണ്ടോ? സംശയത്തിനും അവിശ്വാസത്തിനും താൻ ഇടം കൊടുത്തില്ല. അതിനെ ചിന്തിച്ച് അതും ധ്യാനിച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നു. അവിടെയും താൻ ദൈവത്തെക്കുറിച്ച് ചിന്തി. എന്നിട്ട് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിൽ താൻ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സാഹചര്യങ്ങളൊക്കെ വളരെ ഭീമമായ ഭയാനകമായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഇതിനേക്കാളും മേലായ വലിയവനായ ദൈവമാണ് എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മളൊക്കെ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്നറിയോ? ഇങ്ങനെ ഇരുന്ന് വ്യസനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്തോ മഹത്വം കൊടുക്കുന്നത്? നമ്മൾ ഈ സാഹചര്യങ്ങൾക്കൊക്കെ മഹത്വം കൊടുക്കുക. അതെ, സാഹചര്യങ്ങളെ നിങ്ങൾ പറയുന്നത് തന്നെ ശരി, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ പറയുന്നതാണ് ശരി, സാഹചര്യങ്ങൾക്ക് സ്തോത്രം, സാഹചര്യങ്ങളാണ് വലിയവൻ, അല്ലേ? സാഹചര്യ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വറി ചെയ്യുമ്പോൾ, നമ്മൾ ദുഃഖിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ നമ്മളെന്തോ പറയുന്നത്? ദൈവമൊന്നുമില്ല, ദൈവം എന്താ ചെറിയ ആൾ, ഇതാണ് വലുത്. ഈ സാഹചര്യങ്ങൾ എന്നോട് പറയുന്നതാണ് വലുത്. അങ്ങനെ ചെയ്തില്ല അബ്രഹാം. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര പരിതാപകരമായിക്കൊള്ളട്ടെ സാഹചര്യം, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അഞ്ചാമതായിട്ട് അവൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. അതായിരുന്നു അബ്രഹാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 100 വയസ്സാകട്ടെ, സേറയുടെ ഗർഭപാത്രമൊക്കെ പോട്ടെ, ഉണങ്ങിപ്പോയി. വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നിവർത്തിപ്പാൻ അവൻ ശക്തൻ. നിവർത്തിപ്പാൻ അവൻ അത് പൂർണ്ണമായിട്ട് ഉറച്ചിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ അവന് ശക്തിയുണ്ട്. ഈ കൂടെയുള്ള സേറ എന്താ വിശ്വസിച്ച? എബ്രായർ 11:11 പറയുന്നുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് സാറായും എണ്ണുക നിമിത്തം പുത്രോൽപാദനത്തിനുള്ള പ്രാപ്തി ലഭിച്ചു. പ്രായാധിക്യം കാരണം അതൊന്നും നടക്കത്തില്ല. പോലും തനിക്ക് സ്വമേധ ഇല്ലാത്തൊരു പ്രാപ്തി കർത്താവ് അത്ഭുതകരമായി നൽകി കൊടുത്തു. ഇന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ ഇസ്രായേൽ യുദ്ധം? ഈ കാണുന്ന ഇസ്രായേലിയരൊക്കെ എവിടുന്ന് വന്നു? ഈ യഹൂദന്മാരൊക്കെ എവിടുന്ന് വന്നു? ഇങ്ങനെ ഉണ്ടായതാ. ഈ അബ്രഹാമിൽ നിന്ന് സേറയിൽ നിന്ന് ഉണ്ടായതാ ഈ യഹൂദന്മാര്, അല്ലേ? ലോകമെമ്പാടും ഉണ്ട് യഹൂദന്മാര്. എങ്ങനെ വന്നു? ഇതുപോലെ 100 വയസ്സിലുള്ള അപ്പൂപ്പനിൽ നിന്നാണ് ഉണ്ടായത്. ഇത്രത്തോളം ഈ എന്താ പറയുക, മണൽപ്പരപ്പ് പോലെ നിറഞ്ഞു കിടക്കുന്ന യഹൂദന്മാരെല്ലാം എവിടുന്ന് വന്നു? ഇതുപോലൊരു മനുഷ്യൻ. അപ്പോൾ സേറ എന്താ വിശ്വസിച്ചേ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അബ്രഹാം എന്തോ വിശ്വസിച്ചേ? വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തൻ. ഇതാണ് വിശ്വാസം. അല്ലാതെ ചുമ്മാ പ്രസംഗത്തിൽ കേൾക്കുന്നതൊക്കെ തലയാട്ടി ഓ എന്ന് പറയണതല്ല വിശ്വാസം, അല്ലേ? പണ്ടൊരിക്കൽ ഒരു പ്രസംഗം കളിയാക്കി പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള വിശ്വാസികളൊക്കെ ചുമ്മാ ഓ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടോ ഓ, നീ സ്നാനപ്പെട്ടോ ഓ. ഈ ഓ പറയണതല്ല വിശ്വാസം. നേരത്തെ പറഞ്ഞ പോലെ സാഹസികമായ അനുസരണം കാഴ്ചവെക്കുന്നതാണ് വിശ്വാസം. എന്നെ എൻ്റെ ദൈവം സഹായിച്ചില്ലെങ്കിൽ ഞാൻ തീർന്നു, എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ സന്ദേഹപ്പെടാതെ, സംശയിക്കാതെ, അവിശ്വാസത്തിൽ പോകാതെ, ഭയപ്പെടാതെ, ആശയ്ക്ക് വിരോധമായി ഞാൻ ആശിച്ച് അവനിൽ ആശ്രയിക്കും. അതാണ് വിശ്വാസം. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് നീതിയായിട്ട് കണക്കിട്ടു. അപ്പൊ നീതീകരണം വിശ്വാസത്താൽ വരുമെന്ന് പറയുമ്പോൾ ഏത് വിശ്വാസമായി പറയുന്നേ? നേരത്തെ നമ്മൾ വായിച്ചു, വചനം അങ്ങനെ വെറുതെ മടങ്ങി വരികയില്ല. എൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടേ അത് മടങ്ങി വരുള്ളൂ. വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. പക്ഷെ എന്തോ ഈ വിശ്വാസം? ഇതാണ് വിശ്വാസം. ആശയ്ക്ക് വിരോധമായി എൻ്റെ സാഹചര്യങ്ങളിലൊന്നും ഞാൻ നോക്കുന്നില്ല. ദൈവം നൽകിയ വാഗ്ദത്തത്തിൻ്റെ നിറവിൽ, അതിൻ്റെ നിഴലിൽ ഞാൻ അവനിൽ തന്നെ ആശ്രയിക്കും. അപ്പൊ ഇവിടെ 23-ാമത്തെ വാക്യത്തെ പറഞ്ഞിരിക്കുന്ന കേട്ടോ, അങ്ങനെ അവന് കണക്കിട്ടത് അവന് വേണ്ടി മാത്രമല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നമുക്കും കൂടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ? ഇതാണ് വിശ്വാസം. രക്ഷയാകട്ടെ അതോ ക്രിസ്തീയ ജീവിതത്തിലുള്ള മുന്നേറ്റമാകട്ടെ, മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെ സാഹസികമായ ദൈവത്തിൽ മാത്രമുള്ള വിശ്വാസം കടന്നു വരണം. അപ്പോൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ഇന്നെന്താ നമ്മൾ കണ്ടത്? വളരെ ലളിതമായൊരു മെസ്സേജ് അല്ലേ?
മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വന്നാൽ അതിശയകരമായ അത്ഭുതകരമായ കൃപ അനുഭവിക്കുവാൻ കഴിയും. പക്ഷെ അതിനെന്ത് വേണം? അവൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ അവനിലേക്ക് മടങ്ങി വരിക, അവനെ രുചിച്ചറിയുക. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയാണേലും കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. അബ്രഹാമിൻ്റെയും സേറായുടെയും വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്താണത്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെയൊക്കെ ഹൃദയത്തിലെ വിശ്വാസം. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, നീ സ്തുതിക്കുന്നു കർത്താവേ. നമുക്ക് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ മെനഞ്ഞിരിക്കുന്ന സാങ്കല്പിക ദൈവത്തെ നമുക്ക് നീക്കിക്കളഞ്ഞ് വചനപ്രകാരമുള്ള സത്യദൈവത്തിൻ്റെ വെളിപ്പാടിൽ കർത്താവിനെ ആരാധിക്കാം. അവനിലേക്ക് മടങ്ങി വരാം. ആരെങ്കിലും പാപത്തിൽ ആയിരിക്കുകയും ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നൊക്കെ പറഞ്ഞ് പിശാച് പറഞ്ഞിരിക്കുന്ന നുണകളൊക്കെ വിശ്വസിച്ച് മനസാക്ഷി പറയുന്ന കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കുക. അവൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലല്ല. അവനൊരു മനുഷ്യനല്ല. നീതികെട്ടവൻ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ധാരാളം ക്ഷമ പ്രാപിക്കും. അതാണ് നമ്മുടെ കർത്താവ്, മനസ്സലിവുള്ള കർത്താവ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല. പാപം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ ദയാലുവാണെന്ന് നിങ്ങൾ രുചിച്ചറിയും. അതുകൊണ്ട് പാപത്തിൽ ആയിരിക്കുന്നവർ ആരും ആ പിന്മാറ്റത്തിൽ തുടരാതെ ഇത്ര ദയാലുവും മനസ്സലിവുമുള്ള കൃപാലുവായ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, കടന്നു വരിക, കടന്നു വരിക, കടന്നു വരിക. അതുപോലെ നിങ്ങൾ ഈ വചനം വിശ്വസിക്കുക. പൂർണ്ണമായ വിശ്വാസം, അവനിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ടുള്ള വിശ്വാസം. അബ്രഹാം വിശ്വസിച്ചതുപോലെ, സേറാ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക. ഏത് ജീവിത സാഹചര്യമായിട്ട്, രക്ഷയുടെ വിഷയം മാത്രമല്ല, ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ദൈവം അയച്ചിരിക്കുന്ന ഏത് ശോധനയാകട്ടെ, ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ പോയി പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാദ്യം ചെയ്യുക. ദൈവമേ വാഗ്ദത്തങ്ങൾ നൽകിയാലും, അങ്ങനെ വാഗ്ദത്തങ്ങൾ അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അബ്രഹാമും സേറയും വിശ്വസിച്ച് അതിനെ മുറുകെ പിടിച്ചതുപോലെ എല്ലാ ആശ അറ്റ അവസ്ഥകളിലും ആശയ്ക്ക് വിരോധമായി ആശിച്ചുകൊണ്ട് സന്ദേഹങ്ങളും സംശയങ്ങൾക്കും കീഴ്പ്പെടാതെ ദൈവത്തിന് മഹത്വം കരേറ്റി വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നും നിവർത്തിപ്പാൻ ശക്തനെന്നും എണ്ണിക്കൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ വഴികൾ ഞങ്ങളുടെ വഴികളല്ല കർത്താവെ, നിന്റെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങളുമല്ല കർത്താവെ. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അത്ര ഉയർന്നതാണ് കർത്താവെ നിന്റെ വഴികളും വിചാരങ്ങളും. അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപ പകർന്നു തന്നാലും, കൃപയുടെ അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാലും, മാനസാന്തരവും വിശ്വാസവും നിറഞ്ഞ ക്രിസ്തീയ ജീവിതം കർത്താവെ, ആ അടുപ്പം, നീയുമായുള്ള അടുപ്പം രുചിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും നീ സമ്മാനിച്ചാലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അതിലടങ്ങിയിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ച് കർത്താവെ, ഇത് വൃഥാ മടങ്ങിപ്പോകുവാൻ ഇടയാകാതെ നീ എന്ത് ഉദ്ദേശത്തിൽ ഇത് അയച്ചോ ആ ഉദ്ദേശം നിവർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ വിശ്വാസം ഞങ്ങളിൽ പകർന്നു നൽകണം. ദൈവത്തിലുള്ള ആശ്രയത്തിൽ ജീവിപ്പാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണം. അങ്ങനെ സഹായിക്കാൽ അങ്ങേക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തയേശുവിലൂടെ ജയം നൽകുന്ന നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. കർത്താവ് യേശു വേഗം വരണമേ.